ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളുടെ 2024 ഡിസംബറിലെ എക്സാമിൻ്റെ റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ളത് 4th അപ്ഡേഷൻ ആണ്. ഓരോ ആൾക്കാരുടെയും ഓരോ സബ്ജക്റ്റിൻ്റെയും റിസൾട്ടുകൾ നമ്മളുടെ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ 4th അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരുടെയും റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ നോക്കുമ്പോൾ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചില ആൾക്കാർക്ക് വരികയും ചില ആൾക്കാർക്ക് വരാതിരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും എല്ലാവർക്കും നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു 4th അപ്ഡേറ്റിൽ നമുക്ക് റിസൾട്ട് മെയിനായിട്ടും വന്നിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിനാണ്. മാസ്റ്റേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലെ MPS 01, MPS 04 അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ MHDയിലെ MHD 01, 05, 011 എന്നിവ വന്നിട്ടുണ്ട്. അതുപോലെ MCOMൻ്റെയും വന്നതായിട്ടാണ് കാണുന്നത്. അതായത് IBO 02, MCO 15 ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അഥവാ വന്നിട്ടില്ല എങ്കിൽ ഇനിയും അപ്ഡേറ്റ് ആയിട്ട് വരാനുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരേ സെൻറ്ററിൽ തന്നെ എഴുതിയ ഒരേ എക്സാം എഴുതിയ ആൾക്കാരുടെ റിസൾട്ട് വരെ വരുന്നത് വ്യത്യസ്ത ഡേയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വന്നു, ആ ഒരു റിസൾട്ടിൻ്റെ ഗ്രേഡ് ചില സബ്ജക്റ്റുകൾക്ക് നമുക്ക് ഗ്രേഡ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ആ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് ABC ആണെങ്കിൽ നിങ്ങൾ പാസ്സായി എന്നാണ് അതിനർത്ഥം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ E ആണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾ ഫെയിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ ഫെയിലായി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാകുമെന്ന് നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് അടുത്ത ഈ ഒരു വരുന്ന ജൂൺ 2025 എക്സാമിന് ഈ ഒരു പേപ്പർ ഒന്നുകൂടി എഴുതി അതൊന്ന് പാസ്സാക്കാൻ നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം റിസൾട്ട് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നറിയില്ല എന്നാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് വരിക. അതിൽ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ 10 അക്ക എൻറോൾമെൻറ്റ് നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. ഇനി അഥവാ നമ്മളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ടാകും, നമ്മളുടെ റിസൾട്ട് എഴുതിയിട്ടുണ്ടാകും. എല്ലാ റിസൾട്ടും ഒരുമിച്ചല്ല വരുന്നത്, ഓരോന്നായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഫെയിലാണെങ്കിലും അഥവാ നിങ്ങൾ പാസ്സാണെങ്കിലും ഇവിടെ കറക്റ്റായിട്ട് നിങ്ങളുടെ റിസൾട്ട് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് വന്നിട്ടുണ്ടായിരിക്കും. ഫെയിലായത് കൊണ്ട് ഇതിൽ കാണിക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്